ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 26/10/2022. അപ്പം നമ്മുടെ ഏഷ്യ എന്ത് ചെയ്തു? ഏഷ്യ ഓപ്പണായി. ഏഷ്യ കുറച്ച് ബൈ സൈഡ് ചെറുതായിട്ട് സ്വീപ്പ് ചെയ്തിട്ട് ഒരു OB എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു OB മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് വന്നു. സെൽ സൈഡ് സ്വീപ്പ് ചെയ്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഡബിൾ ബ്രേക്കാണ് വന്നത്. നമ്മുടെ ഡബിൾ ബ്രേക്ക് ഇവിടെ ഒരു ബ്രേക്ക് വന്നു. അപ്പം നമ്മളുടെ OB ഇതാണ്, റിയൽ OB കറക്റ്റ് 50% അല്ല, കറക്റ്റ് അതിൻ്റെ ടോപ്പ് മെഡിക്കേറ്റ് ചെയ്തു. ഇതിൻ്റെ 50% മെഡിക്കേറ്റ് ചെയ്തു. OB പ്ലസ്, യെസ്. അപ്പം OB പ്ലസ് അപ്പം മെഡിക്കേറ്റ് ചെയ്തു. ലണ്ടൻ ഓപ്പണായി. ലണ്ടൻ നേരെ നമ്മളുടെ ബൈ സൈഡെല്ലാം സ്വീപ്പ് ചെയ്തു. നമ്മുടെ 2 o'clock ആയപ്പം ഫെയർ വാലി ഗ്യാപ്പ് ഫോം ചെയ്തു. ഒരു ഫെയർ വാലി ഗ്യാപ്പ് ഫോം ചെയ്തിട്ട് അത് മെഡിക്കേറ്റ് ചെയ്ത് പിന്നീട് വീണ്ടും ഒന്ന് മെഡിക്കേറ്റ് ചെയ്തു. 3 o'clock ആയപ്പം കറക്റ്റ് റാലി മേളിലേക്ക് പോയി, റോക്കറ്റ് വിട്ട പോലെ. അപ്പം അതെവിടേക്കാണ് പോയതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഹൈസ് എല്ലാം സ്വീപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് പ്രൈസ് കൺസോൾട്ടേറ്റ് ചെയ്തത് കറക്റ്റ് ഇതിൻ്റെ ടോപ്പിലാണ്. ഇതിൻ്റെ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് കറക്റ്റ് പ്രൈസ് ഇന്ന് കൺസോൾട്ടേറ്റ് അല്ല, ഒന്ന് പോസായി. നമ്മുടെ ലണ്ടൻ ക്ലോസ് ആയി. ലണ്ടൻ ലഞ്ച് ഓപ്പൺ ആയപ്പം താഴേക്ക് പെയ്യെ ഇറങ്ങി. നമ്മുടെ പ്രീ ന്യൂയോർക്ക് ഓപ്പൺ ആയപ്പം ജസ്റ്റ് ലഞ്ചിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഹൈസ് സ്വീപ്പ് ചെയ്ത് പ്രൈസ് താഴേക്ക് ഇറങ്ങിയത് നമ്മൾ ബുള്ളിഷ് ട്രെൻഡിലാണല്ലോ, നമ്മളുടെ പ്രീമിയം ഡിസ്കൗണ്ടിലാണ്. കറക്റ്റ് 50% വന്ന് മെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് കളികൾ. ഞാൻ ഇവിടെ ഒരു എൻട്രി എടുത്തു. ന്യൂസ് ഉണ്ടായിരുന്നു 10 മണിക്ക്. അപ്പം ഒരു സെറ്റിങ് പോലെ തോന്നി. അപ്പം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ടു അപ്സൈഡ് ഉണ്ട്. ഓക്കെ, ടോപ്പ് BMS ടു ടോപ്പ്. യെസ്, നമുക്ക് 5 മിനിറ്റിൽ പോവാം. ഇവിടെ 5 മിനിറ്റ് ഒരു എൻട്രി ഉണ്ട്. അതാണ് നമ്മളുടെ ആദ്യത്തെ എൻട്രി. പക്ഷേ എനിക്ക് 3 മിനിറ്റിൽ ഒരു എൻട്രി കിട്ടി. ആ എൻട്രിയാണ് ഞാൻ എടുത്തത്. 50% മെഡിക്കേഷൻ കഴിഞ്ഞ് നമ്മൾ ഏതാണ് ലഞ്ച് അവർ സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം എടുത്തു. സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ടേക്ക് ചെയ്തു. യെസ്, ഇത് നമ്മുടെ 5 മിനിറ്റ് ബ്രേക്കാണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് FEG ആണ്. 5 മിനിറ്റ് FEG എൻട്രിയാണിത്. ഓക്കെ, ഞാൻ 3 മിനിറ്റ് FEG എൻട്രിയാണ് എടുത്തത്. എവിടെയത്? ഇതാണ് ഞാൻ എടുത്തത്. ഞാൻ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കഴിഞ്ഞ് 50% മെഡിക്കേഷൻ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഈ സാധനം കണ്ടു, BMS ടു ടോപ്പ് സൈഡ്. ആ സാധനം ഞാനങ്ങ് എടുത്തു. എന്ത് ചെയ്യാനാ, ഈ ഒരു FEG കണ്ടപ്പോൾ ഞാനങ്ങ് എടുത്തു. ഇവിടാണ് ഞാൻ എടുത്തത്. പക്ഷെ കുറേ കൺസോൾട്ടേറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു TP അടിക്കുമെന്ന്. TP അല്ല, SL അടിക്കുമെന്ന്. അപ്പം നമ്മൾ ഇവിടെ ഈ എൻട്രിയാണ് എടുത്തത് ഇവിടെ. എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ ലഞ്ച് ഹൈസിലും, ഇത് ലോങ് ആണല്ലോ, ഷോർട്ടാണല്ലോ, ലോങ് ആണ് വേണ്ടത്. യെസ്, ഈ സാധനമാണ് ആദ്യത്തേത്. ഞാൻ ഈ ലഞ്ച് പ്രീ ന്യൂയോർക്ക് ഹൈസ് വെച്ചു. പിന്നീട് ഞാൻ ഈ ഹൈസും വെച്ചു. ഇതാണ് ട്രേഡ്. പിന്നീട് ഇവിടെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നു. ഞാൻ ഗെറ്റ് ഇൻ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഭയങ്കര കൺസൾട്ടേഷനും ഈ സ്വീപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ശോകം തോന്നി. അപ്പോൾ ഞാൻ എടുത്തില്ല. പിന്നെ 10 മണി കറക്റ്റ് ആയപ്പം 10 മണി ആയപ്പോഴാണ് ഇവിടെ
ഈ സാധനം സംഭവിച്ചത്. ഇത് കഴിഞ്ഞൊരു വല്ലാത്ത പ്രൈസ് ആക്ഷൻ. ഞാനപ്പം ഇത്രയും വലിയൊരു മൂവ്, വലിയ മൂവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു മൂവ് പ്രതീക്ഷിച്ചില്ല. കാരണം ലണ്ടൻ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 100 പിപ്സോളം മൂവ് ചെയ്തായിരുന്നു ഇന്ന്. ഞാനപ്പോൾ വിചാരിച്ചത് ജസ്റ്റ് ഒരു മൂവ് പ്രതീക്ഷിക്കാൻ ന്യൂസിൻ്റെ എന്നുള്ളത് വെച്ചാണ് ഞാനിതെടുത്തത്. സാധാരണ ഇങ്ങനൊരു മൂവ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലപോലെ കൺസൾട്ടേറ്റ് ചെയ്യും. ആവശ്യത്തിന് കൺസൾട്ടേറ്റ് ചെയ്തു, കറക്റ്റ് ഒരു അലമ്പ് മൂവ് ആണെങ്കിലും ആവശ്യത്തിന് കൺസൾട്ടേറ്റ് ചെയ്തു. പക്ഷേ ഇത്രയൊരു മൂവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ 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 ഇങ്ങനെ സംഭവിച്ചു. പിന്നീട് നമ്മുടെ 5 മിനിറ്റ് എൻട്രി ഉണ്ടായിരുന്നു ഇവിടെ. 5 മിനിറ്റ് ബ്രേക്ക് ഓഫ് സെക്ടർ. അവിടെ പോയി 1 മിനിറ്റ് എൻട്രി ഉണ്ടോ നോക്കാം. അവിടെ പോയി 1 മിനിറ്റ് എൻട്രി, 5 മിനിറ്റ് ഇൻഡിക്കേഷൻ. യെസ്, ഇവിടെ ഒരു 1 മിനിറ്റ് എൻട്രി ഉണ്ട്. പിന്നീട് പ്രൈസ് ഇവിടെ വന്നു കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കുക, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച്. 1 മിനിറ്റ് എൻട്രി എങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു FEG ഫോം ചെയ്ത് കഴിയുമ്പം പ്രൈസ് ഇവിടേക്ക് വന്ന് ഇതുപോലെ തന്നെ നമുക്ക് സെയിം റിയാക്ഷൻ ഉണ്ടാവണം. അതിപ്പോൾ ലോ ടൈം ഫ്രെയിമിൽ ഇതുപോലെ നൈസായിട്ടൊരു സാധനം നിന്നാൽ, പക്ഷേ ഇവിടെ ബ്രേക്ക് ഒന്നും നിന്നില്ല. ഇതിപ്പം നൈസായിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ആയിരുന്നെങ്കിൽ ഇവിടെ FEG ഫോം ചെയ്ത് അതിൻ്റെ റിയാക്ഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അങ്ങനെ നൈസ് ട്രേഡൊക്കെ കിട്ടും. ഓക്കെ, എന്തലമ്പാണേ ഈ സാധനം. ഇതാണ് ഇത്രയും വലിയൊരു മൂവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ. ഞാൻ വിചാരിച്ചില്ല മൂവ് കിട്ടുമെന്ന്. പിന്നെ ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്തതാണ്. അതൊരു ചെറിയ സ്റ്റോപ്പ് ലോസ് 3 മിനിറ്റ് കിട്ടിയപ്പോൾ ഞാൻ എടുത്തു. അങ്ങനെ യെസ്. ലണ്ടനിൽ ഞാൻ ട്രേഡൊന്നും എടുത്തില്ല. ലണ്ടനിൽ ഇവിടെ ഒരു മൂവ് ഉണ്ടായിരുന്നു. പിന്നീട് ഏതാണ്, ലണ്ടനിൽ ആ ഒരു മൂവേ ഉള്ളായിരുന്നു. പിന്നെ ഈ OB വന്ന് മെഡിക്കേറ്റ് ചെയ്തു. അത് കറക്റ്റ് നമ്മുടെ 3 o'clock ഞാൻ പറഞ്ഞില്ലേ 2 to 3 ആ മൂവ്. ആ 2 to 3 നമ്മൾ ഫേക്ക് മൂവുകൾ ആണെന്നുണ്ടെങ്കിൽ സംടൈംസ് ഈ 2 to 3 മൂവ് ആണ് ഇങ്ങനെ വന്ന് ഈ സ്വീപ്പ് ചെയ്ത് ഏഷ്യയുടെ ഹൈസൊക്കെ സ്വീപ്പ് ചെയ്ത് തിരിച്ച് ഒരു റിവേഴ്സൽ പോലെ വരും. അത് ഈ 3 o'clock പിന്നീട് ആ മെയിൻ മൂവ് വരുന്നു. ഇതെന്ത് പ്രൈസ് ആക്ഷനാണേ. നൈസ്. മൺഡേ, അപ്പം തിങ്കൾ, ചൊവ്വ, ബുധൻ റിവേഴ്സലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ബുധനാഴ്ച റിവേഴ്സൽ പ്രതീക്ഷിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ ബുധൻ, വ്യാഴം, വെള്ളി നൈസായിട്ട് വെള്ളിയാഴ്ച ഇങ്ങനെ പോയിട്ട് ചെറിയൊരു റിവേഴ്സൽ പോലെ തരും. ഈ മൺഡേ ആണ് ലോ ഓഫ് ദ വീക്ക് തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് ഫുള്ള് റാലി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വരെ റാലി ആയിരിക്കും. ഓക്കെ, അതൊരു മെയിൻ പോയിൻ്റാണ്. മൺഡേ ആണ് ലോ ഓഫ് ദ വീക്ക് തരുന്നതെങ്കിൽ വെള്ളിയാഴ്ച വരെ റാലി ആയിരിക്കും. മെയിൻ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറ്. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ ഇതായിരുന്നു. യെസ്, വേറൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എവിടെയാണ് ലാസ്റ്റ് സ്വീപ്പ് നടന്നതെന്ന് നോക്കുക ഈ 8 o'clock ഓപ്പൺ ആകുമ്പോൾ. എന്നിട്ട് പിന്നീട് തരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് എങ്ങോട്ടാന്ന് നോക്കുക. ഓക്കെ, എന്നിട്ട് ട്രേഡ് എടുക്കുക. മിക്കവാറും ഈ 8:30 വരുന്ന ട്രേഡുകളെല്ലാം ഒറ്റ ഡയറക്ഷനിലോട്ടായിരിക്കും, താഴോട്ടോ മേലോട്ടോ കൺസോൾട്ടേഷനോ. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.